നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ പഴംകുളങ്ങര മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. വാർഡ് പ്രസിഡന്റ് അടുവണ്ണി അഹമ്മദ് കുട്ടിയുടെ അധ്യക്ഷതയിൽ ജവഹർലാൽ മഞ്ച് മലപ്പുറം ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സബീന ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 10ാം ക്ലാസ് ഇപ്പോൾ അതുമല്ല +2 ആണ്. നമ്മളൊരു വിഷയം സെലക്ട് ചെയ്യുന്നു, അത് എന്താണ് നമ്മളാവുന്നത് ആ രീതിയിലേക്ക് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം +1ഉം +2ഉം വളരെ വലിയ ഒരു കടമ്പ തന്നെയാണ്. ഇതിൽ നമ്മൾ ഇത്രയും കിട്ടി, ഇനി എനിക്കെല്ലാം നേടാം എന്നുള്ളൊരു ചിന്ത നമ്മൾക്ക് പാടിയേ ഇല്ല. നമ്മൾ ഇനിയും അധ്വാനിച്ചാൽ തന്നെ നമ്മൾക്ക് എന്ത് കിട്ടുള്ളൂ, ഇനിയുമുള്ള ഫുൾ പെർസെൻറ്റേജ് നമ്മൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ കിട്ടുള്ളൂ. അതുമാത്രമല്ല, നമ്മളുടെ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങളൊക്കെ നല്ല കുട്ടികളാണെന്ന് നിങ്ങളുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അറിയാം. എന്നിരുന്നാൽ പോലെയും നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ തൊട്ടടുത്ത സ്കൂളിലായിരിക്കും പോയി പഠിച്ചിട്ടുണ്ടാവുക. അവിടെ നിങ്ങളുടെ രക്ഷിതാക്കൾക്കായാലും നിങ്ങളുടെ നാട്ടിലുള്ളവർക്കായാലും നിങ്ങളുടെ മാഷുമാർക്കായാലും എല്ലാം നിങ്ങളെ അറിയാം. നിങ്ങൾ ഒരു ചലനം പോലും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു വരും. പക്ഷേ ഇനി കുറച്ചുകൂടി വിട്ട് പോകുമ്പോൾ അവരുടെ കൺട്രോളും എന്ത് ചെയ്യുന്നു, കുറച്ച് മാറുകയാണ് അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു അപകടത്തിൽ പെടാതെ, അല്ലെങ്കിൽ നമ്മളൊരു ദോഷമായ വഴിയിലേക്ക് പോകാതെ, ഇന്ന് പല 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 സാധനങ്ങൾ നമ്മുടെ മാർക്കറ്റിലും നമ്മൾ വിചാരിക്കണം. നമ്മളെ നല്ലത് ഏത് പറയുന്നു, ആര് പറയുന്നു, എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്നുള്ളത് മനസ്സിലാക്കാനും അത് വേർതിരിച്ചറിയാനുമുള്ള വിവേകമാണ് നമ്മൾ ഈ 10 വർഷം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ അമ്മേങ്കര അബ്ദുള്ളക്കുട്ടി, മണ്ഡലം വൈസ് പ്രസിഡന്റ് EK സൈനുദ്ദീൻ, ബൂത്ത് പ്രസിഡന്റുമാരായ കബീർ കുണ്ടുമടയിൽ, ഖാദർ കോരങ്ങത്ത്, കുഞ്ഞുമൊയ്തീൻ, K സുരേഷ് തലയനാട്ടുപറമ്പിൽ, KP ഷംസു, AMS ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാസിൽ പുത്തുത്തോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കരീം മേച്ചേരി സ്വാഗതവും റഷീദ് കാട്ടേക്കുളങ്ങര നന്ദിയും പറഞ്ഞു. TVN ന്യൂസ്, തിരൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.